പൊട്ടിച്ച് വെച്ചാലും പഴുക്കും. പഴുത്ത് തുടങ്ങിയത് വേണമെങ്കിൽ നമുക്ക് പൊട്ടിക്കാം. അതിലിപ്പോൾ ഞാൻ പൊട്ടിക്കുന്നില്ല. പൂ കാണിക്കാം. ഇതെവിടെ ഉണ്ടോന്ന്. ഇതാ പഴുക്കാറായി. ഇനി ഇതിൻ്റെ ഇടയിൽ, ഇലകളുടെ ഇടയിൽ നല്ല കാട് പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നല്ല പഴുപ്പായി. എന്താ ഞാൻ കാണിക്കാം. പൂക്കൾ കുറേ ഉണ്ട്. ഒന്ന് ഇവിടെ ഇരുന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ എങ്ങനെ ഉണ്ടോ. നാട്ടിൽ കാണാനില്ല. അങ്ങനെ സൈഡിലുണ്ടോയെന്ന് അറിയില്ല. സൺഷൈഡിൻ്റെ മുകളിൽ വീണ് കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ. അവിടെ പഴുത്ത് കുറേ വീണ് കേടായി കിടക്കുന്നുണ്ട്. നമ്മൾ ഈ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ കുറച്ച് ദിവസം. അത് ഞാൻ കാണിക്കാം. അവിടെ ഇതാ കിടക്കണം. അവിടെ അങ്ങേ അറ്റത്ത്, സൺഷൈഡിൻ്റെ അറ്റത്ത് താഴ്ത്ത് വീണ് കിടക്കുന്നതാണത്. കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതാ ആ പൈപ്പിൻ്റെ അറ്റത്ത് കാണാം. അതെ, അതൊക്കെ ചീഞ്ഞ് പോയി. ഞാൻ എൻ്റെ കുരുകളൊക്കെ പൈപ്പിൽ കൂടെ വെള്ളം പോകുമ്പോൾ താഴത്തേക്ക് വീണാൽ അവിടെ കിടന്ന് മുളയ്ക്കും. പുറത്തുണ്ടോയെന്ന് അറിയില്ല, നോക്കണം. ചിലപ്പോൾ പുറത്ത് വീണ് കിടക്കുന്നുണ്ടാവും. അങ്ങനെ സൈഡിൽ നോക്കട്ടെ ഉണ്ടോന്ന്. അവിടെ കാര്യമായിട്ട് കാണാനില്ല. ഒരു ചുവന്ന കളർ കാണുന്നുണ്ട്. പഴുത്തൊരു പഴം ഉണ്ടെന്ന് തോന്നുന്നു. പൊട്ടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒക്കെ പൂപ്പൽ പിടിച്ചിരിക്കുകയാണ്. മഴക്കാലമായതുകൊണ്ട് നമുക്ക് അവിടെ പോകാൻ ധൈര്യമില്ല. സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ പ്രശ്നം. ഇത്രയേ ഉള്ളൂ. തൽക്കാലം ഈ ഷോർട്ട് ലൈവ് കൂടെ അവസാനിപ്പിക്കാം. പൂക്കളും ചെറിയ കായകളും മൂക്കാറായത് പഴുത്തതെല്ലാം ഉണ്ട് ഇവിടെ. പഴുത്തത് ഞാൻ അന്ന് നിങ്ങൾക്ക് ഞാനത് കാണിച്ചപ്പോൾ, വീഡിയോ കാണിച്ചു, ലൈവ് കാണിച്ചപ്പോൾ പഴുത്തത് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ലൈവ് ചെയ്തത്. ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ലൈവ് കൂടെ അവസാനിപ്പിക്കുകയാണ്. വണ്ടുകൾ വന്ന് തേൻ കുടിക്കുന്ന പണിയൊക്കെ കാണിക്കാം അല്പസമയം. ഇവിടെ വണ്ടുകൾ ഒരുപാട് കാർപ്പൻ്റർ ബീറ്റിൽസ് ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് ഇവിടെ പൂവിൻ്റെ അടുത്ത്. കാണിക്കാം. എവിടെയുണ്ട്. ഞാൻ മുമ്പ് കാണിച്ചാണ്, അത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പം ലൈവായിട്ട് കാണിക്കാമെന്ന് മാത്രം. ഇതാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾ ഇരുന്ന് തേൻ കുടിക്കുക. കാർപ്പൻ്റർ ബീറ്റിൽ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല മഞ്ഞയും കറുപ്പയും കളറാണ്. ആ പൂവിൻ്റെ അടിയിൽ ഉള്ളിൽ കയറി കുടിക്കുകയാണ് നീര്. കണ്ടോ, തേൻ കുടിക്കുക. അതിൻ്റെ ഇടയിൽ അവർ പോളിനേഷൻ കൂടെ നടത്തുന്നുണ്ട്, പരാഗണം.